ഇപ്പൊ 2 മാസമായോ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല, 2 മാസത്തിന് ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട്. ഇവക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 6 മാസം കഴിഞ്ഞില്ലേ, ഇനി ടിൻ മിൽക്കും മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങാം. അപ്പോ ബ്രസ്റ്റ് മിൽക്ക് പൂർണ്ണമായിട്ട് നിർത്തിയേക്കാം അല്ലേ ഡോക്ടർ? നിർത്തിയേക്കാം. അതന്ന് കുട്ടിയുടെ ഹെൽത്ത് വീക്കായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. എനിക്കറിയാം ആ കാര്യത്തിൽ കാർത്തിക് സാറിന്റെയും മീനാക്ഷിയുടെയൊക്കെ ഒരു മാനസികാവസ്ഥ. പിറന്നു വീണ കുഞ്ഞിനെ ഉപേക്ഷിച്ച് സ്വാർത്ഥ സുഖങ്ങൾ തേടിപ്പോയ ഒരമ്മയെ ഞാനും സപ്പോർട്ട് ചെയ്യില്ല. എനിക്കത് അംഗീകരിക്കാനാവില്ല ഒരിക്കലും. മുലപ്പാൽ നിർത്തിക്കോളൂ. നേരത്തെ കൊടുത്തിരുന്ന ടിൻപാൽ ഇനിയും കൊടുക്കാം. പെട്ടെന്ന് ബ്രസ്റ്റ് മിൽക്ക് നിർത്തുമ്പോ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവൂ ഡോക്ടർ? അത് പിന്നെ മാറ്റം വരുമ്പോ കുട്ടിയുടെ ഇഷ്ടമില്ലായ്മ സ്വാഭാവികമല്ലേ. അതൊന്നും വകവയ്ക്കണ്ട. കുറച്ചു ദിവസം കൊണ്ട് അതൊക്കെ അങ്ങ് മാറിക്കോളും. ഈ മീനാക്ഷി കാർത്തിയും ചുറ്റിച്ചുകൊണ്ട് കുഞ്ഞുമായിട്ട് എവിടെ പോയതാ? കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതല്ലേ? ഒന്നും അങ്ങോട്ടൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവൾക്ക് എന്തു പറ്റി? വക്രബുദ്ധി കൊണ്ട് ആരുടെ കുതികാല വിട്ടണമെന്ന് ആലോചിക്കുവാണോ? ആരെ ഒതുക്കാനുള്ള ആലോചനയല്ല മൈഥിലി. ഒതുക്കാനോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? സോറി, നീ നിന്നെ തന്നെ പിടിക്കാതെ നിൽക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അല്പം ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നതാ. ഓ, നീ കുറെ നാളായിട്ട് എയറിലാണല്ലോ, പിന്നെന്തിനാ ഫ്രഷ് എയർ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? അല്ല, നീ കുറെ നാളായിട്ട് ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ലാത്ത പരുവത്തിലാണെന്ന് പറയുമായിരുന്നു. ഞാൻ ഇവിടെ നിന്നാ നിങ്ങൾക്ക് എന്താ? എനിക്കൊന്നുമില്ലേ, ഒരു സഹപ്രവർത്തക എന്ന് കരുതി സങ്കടം കൊണ്ട് ചോദിച്ചു പോയതാണേ. കുഞ്ഞമായി ഒന്ന് നിന്നേ. എന്റെ പൊന്നു മൈഥിലി, നീ എന്നെ മാലതിന്ന് വിളിച്ചാ മതി. ഈ നാണം കെട്ട വിളി നീ എന്നെ വിളിക്കല്ലേ. കാർത്തിയുടെ ഭാര്യയായിരുന്നപ്പോ നീ എന്നെ കുഞ്ഞമ്മായി എന്ന് വിളിച്ചത് ന്യായം. ഇപ്പൊ കാർത്തിയുടെ ഭാര്യ മീനാക്ഷി ആണല്ലോ, അതുകൊണ്ട് നീ എന്നെ അമ്മായി എന്ന് വിളിക്കരുത്. ആ വിളി കേൾക്കുമ്പോ എനിക്ക് എന്തോ ഒരു ഇത്. എനിക്കൊരു ഇതും ഇല്ല, ഞാൻ കുഞ്ഞമ്മായിനെ വിളിക്കൂ. ആ, ചത്താലും ചിലരുടെ ആഗ്രഹങ്ങൾ തീരില്ലല്ലോ. നീ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ. നിനക്കെന്തോ ചോദിക്കാനുണ്ടല്ലോ, അത് നീ ചോദിക്ക്. കാർത്തി മീനാക്ഷിയും കുഞ്ഞും എവിടെ പോയിരിക്കുക? എനിക്കറിയില്ല. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഹണിമൂണിന് പോയിട്ടുണ്ടാവും. അതിന് നിനക്കെന്താ? ഹണിമൂണോ? ആ, അവര് കൊച്ചു പിള്ളേരല്ലേ മൈഥിലി, നടക്കട്ടെ എന്ന്. നീ പുളിങ്കൊമ്പാണെന്ന് കരുതി എന്റെ ആങ്ങളുടെ പുറകെ വെപ്രാളപ്പെട്ട് ഓടിയപ്പോ ആ സിംഹാസനത്തില് കാർത്തിക് മീനാക്ഷി പിടിച്ചിരുത്തി. അത് അവളുടെ ഭാഗ്യം. ആ, ദേ ഇണപ്രാവള് പറഞ്ഞു വരുന്നു. ആ, ദേ വന്നല്ലോ ഇഡിയറ്റ്. കൊണ്ടുവാടി ഇവിടെ. രാജലക്ഷ്മി, ചോറൂണ് ഏത് അമ്പലത്തിൽ വെച്ച് നടത്തണം?
ഗുരുവായൂര്, ആറ്റുകാൽ, ചോറ്റാനിക്കര. അത് ജയരാമനും രാമഭദ്രനും സാവിത്രിയും ജഗദീഷും ഒക്കെ ഉള്ളപ്പോ തീരുമാനിക്ക. ആദ്യം എന്ന് കൊടുക്കണോന്ന് തീരുമാനിക്ക. മോളെ, ആ കലണ്ടറോ പഞ്ചാംഗവും എടുത്തേ. അല്ല, ജോത്സരെ വിളിക്കണോ കൈമളേട്ടാ? വേണ്ടെന്നേ. ഒരു നല്ല ദിവസം നോക്കി നമ്മൾ കുടുംബാംഗങ്ങളെല്ലാം ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ മതി. ആറ്റുകാൽ മതി. വരദായിനി അമ്മയുടെ തിരുമുമ്പിൽ വെച്ച് വൈകമോളുടെ ചോറൂണ്. താ. 24-ാം തീയതി നല്ല ദിവസമാണ്. ആ, അന്ന് നമുക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കാം. എന്താ? ആ അത് മതി. ആരെങ്കിലുമൊക്കെ ക്ഷണിക്കണോ ദൈവമേ? എന്തിന്? കുട്ടിയുടെ മാതാപിതാക്കൾ നീ മീനാക്ഷിയല്ലേ, പിന്നെ ഈ കുടുംബത്തിലുള്ളവരും. അപ്പോ നമ്മുടെ വീട്ടിലുള്ള എല്ലാരും വേണം, അത് മതി. ആ അമ്മേ, ഞാനും ചേട്ടനും കൂടി വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോ രസീത് കുറിപ്പിച്ചോട്ടെ? പിന്നെന്താ, നമ്മള് തീരുമാനിച്ചതല്ലേ, അതുപോലെ അങ്ങ് നടക്കട്ടെ. ഇത് നടന്ന ഈ കുഞ്ഞിന്റെ കയ്യിൽ നിന്നുള്ള എന്റെ പിടി പോവും. അത് പാടില്ല, അത് തടയണം. വൈശാഖിനോട് പറഞ്ഞ് ഇത് മുടക്കണം.